പ്രാർത്ഥിക്കാം. ബറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളും നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായി നമ്മുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതായ നീ ഓർത്തുമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് ശുശ്രൂഷിക്കണമേ. ആമേൻ. ശുഭഹോലാബോല ബ്രോവൽ റൂഹോ ഖാദീശോ ബാറക്കുമോർ. ദൈവമായ കർത്താവേ, ഭാഗ്യമുള്ളവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ കതിരുകളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുകയും നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെ ആശാബന്ധവും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായ മിശിഹ നിന്റെ കൃപാസഹായങ്ങളാൽ ഞങ്ങളെ തുണയ്ക്കണമേ. മോറൻ വാലോഹാൻ ലോൽമേൻ. ദൈവമേ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വം പോലെ എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിന്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്റെ മേൽ തളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ചു മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എൻ്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, വെളുപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനെ എന്നെ നിന്നെടുക്കുകയും അരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചോണമേ. എന്റെ നാവിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല.
ദൈവത്തിൻ്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടദാസിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളുകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ മെനവോലം വാദാമിലവോലം വൽ മീനാമേ. മഹിമയോടക്കബറിയുന്നു പേട്ടി സൃഷ്ടികളെ ശോഭിപ്പിച്ചൊരു ശോഭയതാം യേശു സ്തുത്യനഹോ. ശമവോനും യോഹന്നാനും ചെന്നാക്കബറിങ്കൽ സ്തുതി പാടി സന്തോഷത്തോടെ പോയവർ തിരികെ. ആഴ്ചയിലാദ്യത്തേതായി ശുദ്ധദിനെ ആദ്യ ജനുയർപ്പൂണ്ടെഴുന്നേൽപ്പി മന്മയരെയും കൊന്നവരെ ജീവിച്ചേശു ലജ്ജിപ്പിച്ചതിനാൽ പള്ളികളും തയ്യാറാകലുമിൻ ആനന്ദിക്കുന്നു. ും കൃപയാം പനിനീരവർ മേലുയിർപ്പൂണ്ടോ യേശു വീഴ്ത്തിയതാൽ പാറയ്ക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. മെനവോലം വാദാമിലവോലം വൽ മീനാമേ. രക്ഷകനെ നിന്നെയും നിൻ ഉദ്ധാനത്തെയും കൊണ്ടാടുന്നടിയാർക്കുയിരേ നേടും നിന്നരുൾ പോൽ. ബാർക്കുമോർ, എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിനക്കായി കാത്തിരിക്കും. വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ചതായിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനം കാണുവാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കുഴപ്പം മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടിയാകും. എന്റെ വായു സ്തുതിയുള്ള ആദരം കൊണ്ട് നിന്നെ മാറ്റപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു. രാത്രി കാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു. നിന്റെ ചിറകുകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലത്തുകൈ എന്നെ താങ്ങുകയും ചെയ്തു. എന്റെ ആത്മാവിനെ നശിപ്പിപ്പാൻ അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണിടുന്ന യവനും പുകഴ്ചയുണ്ടാകും. എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായടയ്ക്കപ്പെടും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. മെനവോലം വാദാമിലവോലം വൽ മീനാമേ. ദൈവമുയർത്തു മഹത്വത്തോടാദാമിനെയും തൻ മക്കളെയും ജീവിപ്പിച്ചു. ദൂതഗണം തൽപതിയെ വാഴ്ത്തി ഭൂമി വിളങ്ങി. ക്രമമൊടു കാവൽക്കാർ നിന്നു. ശമവാക്കി യോഹന്നാനോട് ഒന്നിച്ചിന മകവരിടമതിനെ കോടി. യാക്കോബാനന്ദിച്ചു തോമ തൃപ്തിപ്പെട്ടു. മത്തായി സ്തോത്രം പാടി. പാതാളം പൂക്കിടയൻ വിഗ്രഹസേവ വിടർത്തി തന്നുടെ സഭയെ രക്ഷി
മഹത്വത്തോടെഴുന്നേറ്റതിനെ ശക്തിയ ശത്രുക്കളിൽ നിന്നും വീണ്ടു. വീഞ്ഞിൻ ലഹരിയൊഴിഞ്ഞവനെ പോൽ കർത്താവേ നാം മരണത്തെ വിട്ടുണർവോടെ മൃതിയെ കൊന്നു തകർത്ത പാതാളത്തിൻ വാതിൽ തീർത്തൊരു നിത്യകൽപ്പീഠം. ദൈവമുയർത്തു മരിച്ചവരിൽ നിന്നെഴുന്നേറ്റേറ്റം കാവൽക്കാരിൽ ഭ്രമമേറ്റി മസിഹാ ജീവിച്ചെന്നവർ പൂക്കാർത്തതിനാൽ ക്രൂശിച്ചവലജേറ്റം ബറക്കുമോ ശുഭഹോലാബോലബറോ വൽ റൂഹോ കാദീശോ മിൽവോലം വാദാമിൽവോലം വൽമീനാമി. നിൻവരവോത്ത് വസിച്ചു മരിച്ചവ കിന്നരെ മോദി പിക്കും നിൻ തേജസ്സാദിനെ. കണ്ടിന്റെ ദിവസം തങ്ങളുടെ തലകളുയർത്തി നിൻ കൃപയെ സ്തുതി ചെയ്യുന്നു. ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്നു. ആകാശത്തത്തെ അവന്റെ കൈവേലെ കാണിക്കുന്നു. പകൽ പകലിന് വാക്കിനെ ഉച്ചരിക്കുന്നു. രാത്രി രാത്രിക്ക് അറിവിനെ അറിയിക്കുകയും ചെയ്യുന്നു. അവയുടെ ശബ്ദം കേൾക്കപ്പെടാത്ത ഭാഷയുമില്ല, വാക്കുകളുമില്ല. ഭൂമിയിൽ എല്ലായിടവും അവയുടെ അറിയിപ്പും ഭൂലോകത്തിന്റെ അതിർത്തികളോളം അവയുടെ വചനങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. അവൻ അവയിൽ സൂര്യന്റെ മേൽ അവന്റെ കൂടാരം അടിച്ച് അത് തന്നെ മനവറയിൽ നിന്ന് പുറപ്പെടുന്ന മനവാളൻ എന്ന പോലെയാകുന്നു. പരാക്രമമുള്ളവൻ എന്ന പോലെ തന്റെ വഴിയോടുവാൻ സന്തോഷിക്കും. ആകാശത്തിന്റെ അറ്റങ്ങളിൽ നിന്ന് അതിന്റെ പുറപ്പാടും ആകാശത്തിന്റെ അറുതികളിൽ മേൽ അതിന്റെ താങ്ങലുമാകുന്നു. അതിന്റെ ആവിയിൽ നിന്ന് മറവായിരിക്കുന്നവൻ ഒന്നുമില്ല. കർത്താവിന്റെ വേദപ്രമാണം കരയില്ലാത്തതും ആത്മാവിനെ തിരിക്കുന്നതുമാകുന്നു. കർത്താവിന്റെ സാക്ഷി വിശ്വാസം യോഗ്യവും ശിശുക്കളെ ജ്ഞാനമുള്ളവരാക്കുന്നതുമാകുന്നു. കർത്താവിന്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയുമാകുന്നു. കർത്താവിന്റെ കൽപ്പന തിരഞ്ഞെടുക്കപ്പെട്ടതും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതുമാകുന്നു. കർത്താവിനെ കുറിച്ചുള്ള ഭയം വെടിപ്പുള്ളതും എന്നേക്കും നിലനിൽക്കുന്നതുമാകുന്നു. കർത്താവിന്റെ ന്യായവിധികൾ സത്യമായിട്ടുള്ളവയും സകലത്തിലും നീതിയായിട്ടുള്ളവയുമാകുന്നു. അവ സ്വർണ്ണത്തെക്കാളും നല്ല രക്തത്തെക്കാളും ആഗ്രഹിക്കത്തക്കവയും തേനിനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമുള്ളവയുമാകുന്നു. അത്രയുമല്ല തന്റെ ദാസൻ അവയാൽ സൂക്ഷിക്കപ്പെടും. അവൻ അവയെ ആചരിച്ചാൽ വളരെ പ്രതിഫലം കിട്ടും. പിഴകളെ തിരിച്ചറിയുന്നവനാര്? രഹസ്യകാര്യങ്ങളിൽ എന്നെ കുറ്റമില്ലാത്തവനാക്കി തീർക്കണമേ. ദുഷ്ടന്മാർ എന്നിൽ അധികാരപ്പെടാതിരിപ്പാനും പാപങ്ങളിൽ നിന്ന് ഞാൻ വെടിപ്പുള്ളവനുമായിട്ട് അന്യായങ്ങൾ നിന്റെ ദാസനെ തടയണമേ. എന്റെ സഹായക്കാരനും എന്റെ രക്ഷിതാവുമായ കർത്താവേ, എന്റെ വായിലെ വചനങ്ങൾ നിന്റെ ഇഷ്ടപ്രകാരവും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിന്റെ മുമ്പാകെയും ഇരിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ശുഭഹോലാബോലബറോ വൽ റൂഹോ കാദീശോ മെൻവോലം വാദാമിൽവോലം വൽമീനാമി. മെസ്സിഹാ ജീവിച്ചെഴുന്നേറ്റു കാവൽക്കാലജപ്പെട്ടു തൻ പ്രിയയാം സഭ സന്തോഷ കാലാത്മാ പ്രിയനെ വാഴ്ത്തും. ന്യായദിനെ കീപായോഹൻ നാന്മാരോടോടിപ്പോയി ഗുരുബ്രദരി ഉയർപ്പോണ്ടേറ്റം അതു കേട്ടാരാനിടുവാനാ. രക്ഷകനെ നിന്നുത്താന തിന്ദിനമാം ഇന്നടിയാരിൽ പ്രീതിയഴുന്നളവില്ലാരുണ്യത്താൽ പോക്കുക കുറ്റം. നേരാകൾ പള്ളികളും സന്തോഷം കൈക്കൊണ്ടിന്നാളിൽ
ആദാം തന്നുരുവം വീണ്ടാദാമിൻ ജീർണ ശരീരം പുതുതാകാനായി മൃതലോകത്തേക്കല്ലോ ദൈവമിറങ്ങി പ്രിയനായിസോൻ. ബാരിക്കുമോർ കർത്താവിനോട് പുതിയ പാട്ടും അവൻ്റെ സ്തുതിയെ ഭൂമിയുടെ അറ്റത്തുകളിൽ നിന്നും പാടുവിൻ. സമുദ്രത്തിലേക്ക് ഇറുകി പോകുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അതിൽ കൂടിയിരിക്കുന്നവരുമേ കർത്താവിന് പാടുവിൻ. വനവും അതിലെ ഗ്രാമങ്ങളും സന്തോഷിക്കട്ടെ, കാതോർ മേച്ച സ്ഥലങ്ങളായിരിക്കട്ടെ. പാറകളിൽ കുടിയിരിക്കുന്നവർ സ്തുതിക്കട്ടെ, അവർ പറവുള്ള മുകളിൽ നിന്ന് ആർത്തുകൊള്ളട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കുകയും അവന്റെ സ്തുതികളെ ദ്വീപുകൾ അറിയിക്കുകയും ചെയ്യട്ടെ. കർത്താവ് പരാക്രമിയെന്നെ പോലെ പുറപ്പെടും, അവൻ യോദ്ധാവെന്നെ പോലെ വാശിയെ ജ്വലിപ്പിക്കും. അവൻ അർത്ഥ പ്രബലപ്പെട്ട് തന്റെ ശത്രുക്കളെ സമരിക്കും. ആകാശങ്ങളെ മേലെ നിന്ന് ആനന്ദിപ്പീൻ, മേഘങ്ങൾ നീതിയെ തളിക്കട്ടെ. ഭൂമി തുറക്കപ്പെടട്ടെ, രക്ഷ വർദ്ധിക്കട്ടെ, നീതിയെന്ന് മുളയ്ക്കുമാറാകട്ടെ. ഇവയെ സൃഷ്ടിച്ച കർത്താവ് ഞാനാകുന്നു. പറയ്ക്കുമോ ശുഭകോലാബോലബറോവൽ റൂഹോ കാദീശോ. ഇന്നാൾ നിൻ ഖബറിങ്കൽ ദൂതന്മാർ പൂണ്ടും വെള്ളങ്കി ശിഷ്യകൾ നൽകുപസുഗന്ധ കൂട്ടുകളോടും പോയി അറിയിച്ചവരെ മാലാകതൻ സ്തുത്യമുദ്ധാനം. തിരുവുളമായി മൃതിപൂണ്ട കബറിൽ നിന്നുയിരേറ്റു മനുഷ്യരെ വീഴ്ചയിൽ നിന്നേറ്റി സ്വർഗ്ഗകൂട്ടത്തോടുകൂടി മോദിപ്പാനം വിളിപ്പിച്ചോനായി സ്തോത്രം. ഞായർദിനേ ദൂതന്മാർ വെള്ളയണിഞ്ഞെത്തി ഖബറരികെ അവരിലൊരാൾ നീക്കിയ കല്ലിന്മേൽ ഏറിയിരുന്നു. അഖിലേശൻ ജീവിച്ചെന്നറിയിച്ച നാരികളെ പറയ്ക്കുമോ ശുഭകോലാബോലബറോവൽ റൂഹോ കാദീശോ. നാദാനിൻ ഉദ്ധാനം ദൂതർക്കിന്നേകും ആനന്ദം. ഇതു നാരികൾ ചൊന്നറിവായ ദിനം ക്ഷമവാൻ കീപ സന്തോഷിക്കും ആനന്ദിക്കുന്ന യോഹന്നാൻ. മറിയാം പറഞ്ഞെന്നാൽ എൻ്റെ ദേഹകർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കുന്നവനായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്നാൽ അവൻ എൻ്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കണ്ടിരിക്കുന്നു. കണ്ടാൽ ഇത് അതിൽ സകല വംശങ്ങളും എനിക്ക് ഭാഗ്യം തരും. എന്തെന്നാൽ ശക്തിമാൻ എന്ന നാമം പരിശുദ്ധനുമായിരിക്കുന്നവൻ വലിയ കാര്യങ്ങളെങ്കിലും പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണ അവനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വർഷങ്ങളായും ഉണ്ടാകുന്നു. അവൻ തൻ്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നമ്മോട് സമ്പൂർണരാക്കുകയും സമ്പന്നന്മാരെ വ്യർത്ഥമാക്കുകയും ചെയ്തു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം ദൈവത്തിന്റെ കരുണയൊക്കെയും ചെയ്തു. പറയ്ക്കുമോ ശുഭകോലാബോലബറോവൽ റൂഹോ കാദീശോ. തൻപ്രതിയാലഴകാകെ നശിപ്പിക്കും മരണത്തെ കൊന്നേ കാകൽ കറുസാതൻ കീഴിൽ നിന്നടിയാരെ വീണ്ട നിന കുജിത ധ്വനി
റൂഹോ കാദീശോ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന്റെ സ്തുതി. കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പിൻ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. സന്തോഷമാതാവായി ചെയ്യുന്നു. മാനവർവാനോർ മുൻമുന്നിൻ മഹിമയെ വന്ദിച്ചിടുന്നു. കരുണാനിധിയാം ഞങ്ങളുടെ കർത്താവേ സ്തുത്യൻ നീയേ. മോറാനീശോ നിന്നുദ്ധാനാൻ സൃഷ്ടികൾ മോദിച്ചെല്ലാം മൃതർ നീ അവരെ കവറുൾ പോയി കണ്ടതിനാൽ സ്തുതി ചെയ്യുന്നു. ബാരയ്ക്കുമോ ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. ദുഃഖിച്ചിരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ആശ്വാസപ്പെടും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ഭൂമിയെ അവകാശമായി അനുഭവിക്കും. നീതിക്കായി വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ തൃപ്തരാകും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ കരുണയുണ്ടാകും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാനം നടത്തുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തമായിട്ട് പീഡിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. അവർ നിങ്ങളെ നിന്ദിക്കുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും എന്റെ നിമിത്തം സകല ദുർവചനത്തെയും നിങ്ങളുടെ നേരെ വ്യാജമായിട്ട് പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വർദ്ധിച്ചിരിക്കുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിപ്പീൻ. പാർക്കുമോ ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. നാഥാ നിൻ രാജ്യത്തിൻ മഹിമാഗമനേ ശ്ലീബാചിറകാൽ ഞങ്ങളെ മൂടിക്കൊള്ളേണമേ. സുതന്താനുത്താനീ ദൂതർ സ്ത്രീകൾക്കാന
Sagatorabasayoyuso Nestuvednase Kalabo Labaroval Ruho Kadisho. അജ്ഞാത്മീയന്മാരീറേരും ദൂതന്മാരും തീപൂണ്ടോർ കാദീശ് കാദീശന്മാർ കൊണ്ടിന്ന കബറിങ്കൽ വന്നു ദൈവം കബറിന്നു ദാനം ചെയ്തേറ്റം മഹിമാവോടെ കാവൽക്കാർ കണ്ടന്മാരായി മേലിന്നീറേൻ മാരേ അവർ കണ്ടായി മൃതരെ പോലെ മാറിക്കുമോ. ബോലബറോവൽ റൂഹോ കാദീശോ. ദുഷ്ടന്മാരെ നീക്കുമ്പോൾ അവർ നിൻ കാരുണ്യം കണ്ട് മാഹാത്മ്യമുദിക്കുമ്പോൾ പലഭാഗത്തായിടേണം മുറിയോറായി മേലൈനു ആധാറിൻ. ദൈവത്തിൻ പുത്രനെ മറിയാമുത്ഥാനത്തിൻ ശേഷം തോട്ടക്കാരൻ പോൽ കണ്ടാൽ തോട്ടത്തിൽ നീ എന്തിനു കരയുന്നാരെ ആരായുന്നു എന്നതിനെന്നാഥനെ അവർ കൊണ്ടെങ്ങോ പോയെന്നാൽ താനവളെ മറിയാമേ എന്നാൽ ഓടിപ്പോയുടനവളറിയിച്ചാൽ കർത്താവുത്ഥാനം ചെയ്തെന്നാശ്ലീഹന്മാരെ ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ ഹാലേലൂയ. ും
പേർക്കായി അവരാത്മാക്കളെ വാങ്ങിയ നാഥ, അവർ നിന്നെ കൊണ്ടാടിയതാലേ നീ അവരെ വിളിച്ചു നിർത്തിയിടണമേ വലഭാഗേ. നിന്നാൽ സ്തുതിയൊടു രാജമകൾ ഹാലേ ലൂയ ഹാലേ ലൂയ, നിൻ വലമായി രാജവാമിനിയും പോലെ തലത്തിടുമേ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലൂയ ഹാലേ ലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുഭകൊലാബോലബറോ വൽ റൂഹോ കാദീശോ സ്തുതി ദൈവത്തിനുയരത്തിൽ മഹിമാമൊഴി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. സൗമൻ കാലോസ് കുറിയേലായിസോ. നാഥൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലിനാഥന്യ മറിയാമിനു നൽകാൻ പേട്ടു തീ പൂണ്ടോൽവായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ പാർക്കുമോ. ശുഭഹോലാബോലബറോ വൽ റൂഹോ കാദീശോ ശ്ലോമോ സുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാതാതരയോർക്കേണം. നയവാൻമാർ പുണ്യ പേട്ടോ സംസ്വർഗേ പുത്രൻ ദൈവം മുറിയോറായി മേലൈനുവാദാരി. ഉത്ഥാനത്താൽ തൻ സഭയെ വീണ്ടോനാം പുത്ര നീൻ ശൈനോ നൽ കീർത്തൻ പ്രജയെ കാക്കേണം നീ. മാറി 3 ദിനം കുരിശേന്മേൽ ക്ഷീണിച്ചോനാടിക്കൊണ്ടു നശിക്കാതിങ്ങെഴുന്നേറ്റു.
നാഥൻ മേത്രങ്ങൾക്കാനന്ദവുമരികൾ കാർത്തിയുമേകി പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ അടിയരോട് കരുണ ചെയ്യുന്ന നിശ്ചയരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഉടയോന്നാഥ നീയുത്താനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു. മകനേ നീയോ പോയിക്കൊണ്ടെങ്കിൽ ചൊല്ലെവിടെ അവനെ ഞാൻ പോകട്ടെ കൊണ്ടെന്നാൽ നാഥൻ ചൊന്നാൽ ഞാൻ തന്നെ ജീവിച്ചേ. ഞാൻ നീച്ചെന്നെൻ്റെ ശിഷ്യന്മാരോട് ചൊൽപ്പാരിക്കുമോ. ബോലബറോവൽ റൂഹോ കാദീശോ മൻമൂലം വാദാമുൽമൂലം വൽമീനാമീൻ. ഒന്നാം നാളാം ഈരായർ നാൾ ദൈവം തന്നഗ്രേ ജാതൻ താൻ ജീവിച്ചിട്ടി ലോക കർത്താവേ നീ കാരുണ്യം ചെയ്യങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുത്താൽ തന്നോനാം പുത്ര. നാളിൽ കബറിൽ
ഉയരെ പോയി തൻ താതന്റെ വലഭാഗത്തായല്ലോ താൻ. ഞങ്ങൾ താൻ കർത്താവേ നീ കാരുണ്യം ചെയ്യുന്നമേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കു അടിയാരേ ഉദ്ധാനത്താൽ രക്ഷിച്ചോനമശിയാമി നൽകിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങിപ്പോയോർക്കും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധോൾ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ൂടയോൻ നാഥാ ഗിരിസീനാനിൻ സന്നിധിയിങ്കൽ തുള്ളി മലയും കടലും പേറും നീ കന്യകഗർഭേ പേറി അവൾ ഗർഭിണിയായ ആശ്ചര്യ താൽ തന്നെ പേറ്റാൾ നിന്നെ വലുതാക്കിയിടണം അവൾ തന്നോർമ്മ ബാറയ്ക്കുമോ. ശുഭഹോലാബോലബറോവൽ റൂഹോ കാദീശോ. ആദിശന്മാർ ജീവനും രാജ്യത്തിനും അവകാശക്കാർ മശിഹായെ സ്നേഹിച്ചോരേ തിരുയോഗ്യന്മാരാഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ, കണ്ണുകളാൽ കണ്ടിട്ടില്ലേ, ഇല്ലേ കൽപ്പിച്ചിട്ടും മിനവോലം വാദാമില്ലവോലം വൽ മീനാമീൻ മാമോദീസ മൂലം മശിഹാതൻ റുഷ്മാഗോത്തപേറ്റും തൻ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തോർ താൻ മൂലം ജീവൻ പൂണ്ടി പൂഴിയതിൽ നിന്നിങ്ങേറി തണിയും നൽ മഹിമാവിന്നങ്കി മുറിയോറാണിൻ മേലൈനു ആധാരി. മാതാ കാദീസന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം.
നായകന്മാർ ശ്രീഹന്മാർ സഹദേന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീൻ എല്ലാരും. നിൻ ശരണത്താൽ മൃതരാം പിതൃക്കൾ മേലാനന്ദ പനിനീർ നീ വീഴ്ത്തേണം. മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തിയിടുന്നവനാ ഈ സ്തോത്രം. മാതാകാരീശന്മാർ തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും പുണ്യം മൃതരായോർക്കും. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. രാജാവും പ്രവാചകനുമായ ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നിന്നും. പ്രവാചകന്മാരുടെ ഉടയവന് സ്തുതിയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 20. യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. നിന്റെ വഴിപാടുകളൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിന്റെ അപേക്ഷകളെയൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരം അരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളണമേ. ബാറയ്ക്കുമോ. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 22 മുതൽ. ഞാൻ അവർക്ക് വിരോധമായി എഴുന്നേൽക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ബാബേലിൽ നിന്ന് പേരിനെയും ശേഷിപ്പിനെയും പുത്രനെയും പൗത്രനെയും ഛേദിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാനതിനെ മുള്ളൻ പന്നിയുടെ അവകാശവും നീർപ്പൊയ്കകളും ആക്കും. ഞാനതിനെ നാശത്തിൻ്റെ ചൂലുകൊണ്ട് തൂത്തുവാരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. എൻ്റെ ദേശത്ത് വെച്ച് ഞാൻ അശൂരിനെ തകർക്കും, എൻ്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടിക്കളയും. അങ്ങനെ അവൻ്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങും, അവൻ്റെ ചുമട് അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവഭൂമിയെയും കുറിച്ച് നിർണയിച്ചിരിക്കുന്ന നിർണയം ഇതാകുന്നു. സകല ജാതികളുടെയും മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇതുതന്നെ. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവൻ ആർ? അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? പാർക്കുമോ. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, മനസ്സോടും മനസ്സുകൂടാതെയും
അറിവോടും അറിവ് കൂടാതെയും രഹസ്യമായും പരസ്യമായുമുള്ള എൻ്റെ സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ശീമോന്റെ ഭവനത്തിൽ വെച്ച് ആ പാപിനിയായ സ്ത്രീയോട് ക്ഷമിച്ചതുപോലെ എന്നോട് ക്ഷമിക്കണമേ. ക്രൂശിന്മേൽ വെച്ച് കള്ളനോട് ചെയ്തതുപോലെ എന്നോട് ചെയ്യണമേ. മുടിയനായ പുത്രന് ലഭിച്ചതുപോലെ എനിക്കും പാപപരിഹാരം നൽകണമേ. ചുങ്കക്കാരനെ നീതീകരിച്ചതുപോലെ എന്നെയും നീതീകരിക്കണമേ. നിന്നെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസിനെ കൈക്കൊണ്ടതുപോലെ എന്നെയും കൈക്കൊള്ളണമേ. അശുദ്ധരെ വെടിപ്പാക്കിയതുപോലെ എന്നെ വെടിപ്പാക്കണമേ. മലിനരെ ശുദ്ധീകരിച്ചതുപോലെ എന്നെയും ശുദ്ധീകരിക്കണമേ. അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുന്നവനും തൻ്റെ അടുക്കൽ വരുന്ന നശിച്ചു പോയവരിലും തൻ്റെ അടുക്കിലേക്ക് തിരിയുന്ന തെറ്റുകാരിൽ സന്തോഷിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനേ, നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും ഞങ്ങളുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും ഇടവിടാതെ കരയേറ്റുവാൻ പാപത്തിന്റെ സകല അഴുക്കുകളിൽ നിന്നും ഞങ്ങളെ തുടച്ചു വെടിപ്പാക്കി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീര രക്തങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ബാറക്കുമോ. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെയും ശിഷ്യന്മാർ മേൽപ്പെട്ടക്കാരൻ എന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആത്മീയ അധികാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളേറ്റു പറയുകയും മറന്നുപോവുകയും ചെയ്തിട്ടുള്ള സകല കുറ്റങ്ങളും പാപങ്ങളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ക്ഷമിക്കുന്നു. കർത്താവായ യേശുമിശിഹായുടെ കഷ്ടാനുഭവവും കന്യകമറിയ അമ്മയുടെ മധ്യസ്ഥതയും മൂലം സകല കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു. വെളിവിയടിയാർ അഖിലാധാരമതാം വെളിവും നീ കാന്ത്യാഞ്ഞങ്ങളെ നീ താ
ചെയ്യതും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട കർത്താവേ, നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരെ കാക്കുക. ഞങ്ങൾ കർത്താവേ ശംസിഹാ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദിസമുക്കിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്റെ സുതാ വചനമതാം രാജാധീശാവിനെ വാഴ്ത്തും ഞാൻ. സഹജമതാം പ്രതിരഹിത കാരുണ്യത്താൽ മാർത്തിൻ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത സുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാമറിയാമീനും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം മശിഹ മൃതിയാലിവത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിപാവന പ്രത്വൈക സ്വപിതാവോടൊപ്പം ജീവനും ൃക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
ദൈവമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ സ്ലീഹന്മാർ പോൽ ജാതികളിടയിൽ ഭൂതലസീമയോളം നല്ലേവന്യേയോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിത് അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ത്രീയന്മാരുടെ നടപ്പുകളുടെ പുസ്തകത്തിൽ നിന്നും ആബിബായി പാറിക്കുമോ സ്ത്രീയന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ ദയാനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്തെ ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്തിനെ നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു, തലകീഴായി വീണു, നടുവേ വളർന്നു, അവൻ്റെ കുടലെല്ലാം തുറിച്ചു പോയി. അതേ യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിനെ അവരുടെ ഭാഷയിൽ രക്തനിലവൻ അർത്ഥമുള്ള അക്കൽദാമാനെ പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവൻ്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിനെ ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആബിബായേ പാറിക്കുമോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ ദൈവം, നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും മാതൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളാവോ കാലിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോൾ ധന്യൻ. പൗലോസ്ലിയ കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും ആഹായി പാറിക്കുമോ. ശ്രീമാരുടെ സ്തുതിയും നമ്മുടെ മേൽ ദയാനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 1 കോരിന്ത്യർ 8:1-6 വരെയുള്ള വാക്യങ്ങൾ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവ് ഉണ്ട്, നമുക്ക് അറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തിന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും
നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്ക് ഉണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. ആമീൻ. പാർക്കുമോ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഖ്യാപിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. The Gospel according to Saint Matthew, chapter 12, verse 30 onwards. Jesus said, "He who is not with me is against me, and who does not gather with me scatters abroad. Therefore I say to you, every sin and blasphemy will be forgiven men, but the blasphemy against the Spirit will not be forgiven men. Anyone who speaks a word against the Son of Man, it will be forgiven him. But whoever speaks against the Holy Spirit, it will not be forgiven him, either in this age or in the age to come. Either make the tree good and its fruit good, or else make the tree bad and its fruit bad. For a tree is known by its fruit. Brood vipers, how can you, being evil, speak good things? For out of the abundance of the heart the mouth speaks. A good man out of the good treasure of his heart brings forth good things, and an evil man out of the evil treasure brings forth evil things. But I say to you that for every idle word men may speak, they will give account of it in the day of judgment. For by your own words you will be justified, and by your words you will be condemned." Barakmor, peace be unto you all. യജമാനൻ വരുമന്നേര തുണർവുള്ളോരായി താൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യര പകലെല്ലാം തൻ കൂടെ പണിതോ
പറക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവവും പുകഴ്ചയും അനശ്വരമായ നല്ല മഹത്വവും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. ശ്ലീബാമരത്തിന്മേൽ സ്വയം അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം നൽകുകയും തൻ്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും തൻ്റെ പുനരുത്ഥാനത്താൽ ഞങ്ങളെ ഉയർപ്പിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്നോടൊപ്പം ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ, നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കാരുണ്യവാനായ കർത്താവിന് മുമ്പാകിയും കുഞ്ഞൻ നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകിയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകിയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകിയും ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ സകല ജനങ്ങളുടെ പാപങ്ങളെയും നീ മായിച്ചു കളയണമേ. ഉത്തമനേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങൾ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഭരണകർത്താക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള എൻ്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താധികർത്താവും മഹത്വനാഥനുമായ പെശിയ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങൾ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങൾ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിനമായ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായിച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനകാംക്ഷികളായ ജനങ്ങൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകി നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുലസ്ബാൻ ലോൽമീൻ പറക്കുമോർ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന് സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന
നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധാത്മ നല്ലവരെ ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ ഇവർ യോഗ്യരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തിയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ലീബായാൽ ഇവരെ കാത്തുകൊള്ളണമേ. ഇന്നിൻ്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്തുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങൾ വാങ്ങിപ്പോയവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാൻ ലൗൽമീൻ. അവിടുത്തെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. ഞാൻ ഉത്തരമായിട്ട് പറയും, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ റൂഹ ജീവനും പരിശുദ്ധിയുമുള്ളവനാകുന്നു. താൻ നമ്മുടെ ആത്മാക്കൾ മേലും നമ്മുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഭരണകർത്താക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല പരേതരുടെയും ആത്മാക്കളിൽ മേൽ രണ്ട് ലോകങ്ങളിലും മനസ്സലിവതോ നീ കൃപ ചെയ്തുകൊണ്ട് പാപിയായ ഈ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രഹേഹോൻ ഒൽമേലോ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവനും നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും മുമ്പേ ജനിച്ചവനും പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധരായ ദൈവമാതാവായ മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ ഭാഗത്തിൽ നിന്നും ജീവനെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുമാനിക്കുന്നവനും തന്റെ രാജ്യത്തിന്റെ അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിതവും പിതാവിൽ പുറപ്പെട്ട് പിതാവിനോട് കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിത്യമായ ജീവനും സൃഷ്ടിയുമുള്ള ഏകമുണ്ടായാലും കാതോലികവും സൈനികവുമായ ഏകവിശ്വസഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്
ഒരിക്കൽ മാത്രമാണ് ഞങ്ങളെ പറഞ്ഞാൽ മനുഷ്യരുടെ ഇറങ്ങലും വരുവാനും ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിതുതാൻ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം. കർത്താവേ, സമയത്ത് സ്നേഹവും ഐകമത്യവും പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകുല സുബാനുള്ളവൽമീൻ ബറക്മോർ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബാരിക്മോർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവനെ അടുത്തവന് തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നു നമ്മിൽ ചുംബിക്കണം നാം. തൽശ്ലോമോയോ ശൈലോയോ നമ്മെ കാക്കട്ടെന്നാളും. തൽശ്ലോമോയോ ശൈലോയോ നമ്മെ കാക്കട്ടെന്നാളും. അന്യോന്യം സ്നേഹിക്കണമേ. ഓരിയ മാതാവിൻ സ്നേഹം വാണിടണമെന്നിരുന്നു. സ്തുതി ദൈവത്തിനുയരത്തിൽ ഭൂതലമെങ്ങോ നൽശാന്തി. മാനവരിടയിൽ സംപ്രീതി ഭൂതലമെങ്ങോ നൽശാന്തി. മാനവരിടയിൽ സംപ്രീതി. ബാരിക്മോർ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യമായി സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലക്കുനിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും വാഴ്ത്തണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലവൽമീൻ. കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്നതായ ബലിമുഖാന്തരം സകല അശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും
സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുല സുബാൻ ലോൽമീൻ. ബാരിക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടെ കൂടെ നിന്ന് ബഹുമാനപ്പെട്ട യാചാന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വായിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിനിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവെ, തിരുമുൻപാകെ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാന്മാരോട് ഒരുമിച്ച് ത്രിത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. കദ്ഗോയിനാൻ വമറീനാൻ. ആകാശവും ഭൂമിയിൽ നിന്നിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. രക്ഷാകരമായ കഷ്ടാനുഭവത്തിന് നമ്മുടെ കർത്താവ് ഒരുങ്ങിയപ്പോൾ തൻ്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. പാറേ വക്സോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തൻ്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. ബാറേ വാഴ്ത്തി ശുദ്ധീകരിച്ച് അത് അനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ വിലയേറിയ രക്തമായിട്ട് തന്നെ പൂർത്തീകരിച്ചു. ഞാൻ വരുന്നതുവരെ എന്നെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുവാനെന്ന് കൽപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ സിഹന്മാരെ താൻ പരമേൽപ്പിച്ചു. അദാമോ ദോസേനോ. നിൻ മൃതിയോ Oh
സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭ ഓർക്കുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുന്നു. ലാഭോ കാതമറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പുത്രനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മാറിക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരുവ, സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര പ്രണിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി. നല്ലവനേ, ദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമായി ആക്കി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് കലർത്തപ്പെട്ട ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തവുമായി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, തിരുശരീരങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവൻ അവകാശിക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലോൽമീൻ. ബാർക്കിമോർ എന്നും ഈ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേശ് ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തി പോരുന്ന നമ്മുടെ പാത്രിയാക്കീസ്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബോന്മാർ നിക്കോളവാസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കര പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷ പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ കാലഘട്ടങ്ങളും പ്രദാനം ചെയ്യണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിലെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ More again, O Lord, remember all our brothers and sisters, the faithful and true Christians, who have entreated and earnestly requested us, though we are weak and humble, to remember them at this hour and at this time, and on behalf of all those who have fallen in all kinds of hard trials and who have taken refuge in you,
We pray, Lord God Almighty, that they may soon be delivered and visited by you, and on behalf of this church preserved by God, and for the unity and prosperity of all her faithful children, that they may abound in virtue, let us beseech the Lord. കർത്താവേ, രോഗത്തിലും ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകി അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ Barkimore, again we remember all the faithful and true Christian rulers who in the four quarters of the world have established and confirmed the churches and the monasteries of God in the true faith. Let us beseech the Lord for the whole Christian community, the clergy and the faithful people, that they may abound in virtue. Let us beseech the Lord. കർത്താവേ, അദൃശ്യനായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കരുണയില്ലാത്ത അധിപന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലോൽമീൻ. വാഴിക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹദേന്മാരെയും ഔദിയാന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടുകാരനുമായ മാർ യോഹാനോൻ മാംദാനിയും ഷമ്മാഷന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുമ്പാനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലിയായെയും ശേഷം സകല ശ്രുതിമാന്മാരെയും ശ്രുതിമതികളെയും ഒന്നുപോൽ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടുകൂടെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസ്ബാൻ ലോൽമീൻ. ഭാരിക്കുമോർ സ്നേഹിയും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു വന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്തെ ശുദ്ധതയോട് മുൻകൂട്ടി ഇത് പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖിയായാലും കുസ്തുപോലേസിലും എഫേസോസിലും വെച്ചുണ്ടായി പുണ്യപ്പെട്ടേയും പരിശുദ്ധങ്ങളുമായ 3 പുതുസുന്നോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും മുസ്ലിമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോവും ഇഗ്നാത്യോസും ക്ലീമീസും ദെവന്യാസ്യോസും മത്താനാസ്യോസും യുലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തീമോത്തിയോസും ഇലക്സിനോസും തീമോസും യാവാനീസും വചനമായ ദൈവം ശരീരമായി തന്നെ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരവുമായ പുരുഷനായ മാർ കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസഭ മുഴുവൻ്റെയും വിവോളമായും തൂണും മൽപ്പാനും പുഷ്പങ്ങളും നിറഞ്ഞ മേശസ്ഥലവും മറിയാം സംശയം കൂടാതെ മാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ മാതൃകയെ സ്മാർ സേവേരിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാ മാറിയാക്കവും പ്രധാനായും മാറപ്രേയും മാറിയാക്കവും മാർസവാക്കും മാർബാലായും ദുഃഖിതന്മാർത്തനായ മാർബസവുമായും മാർഷമോന്തസ്സുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാറബായും എൽദോ മാർബസരിയോസും അലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർഗിയോയോസും മാർദിപന്യാസിയോസും ആയ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ
ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചെന്നവരായി ഇവരുടെ മുൻപും ഇവരോടുകൂടെയും ഇവരുടെ പിൻപുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ഭാരിക്കുമോർ അരബികളുടെയും സകല ജഡങ്ങളുടെയും ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുമ്പ് കൂട്ടി നിന്റെ പ്രാവശ്യ വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മതഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരിവുകളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മെശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന ടെസ്റ്റ് പറയണം. കർത്താവേ, കരുണയോടെ ഞങ്ങൾ വാങ്ങിപ്പോയവരെ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ ശരീരരക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ മറഞ്ഞിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന മനസ്സോട് മനസ്സുകൂടാതെ അറിവോട് അറിവുകൂടാതെ നിന്റെ മുൻപിൽ ഞങ്ങളും കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെയും അപരാധങ്ങൾ ഓർക്കാതെ ക്രിസ്ത്യമായ അന്ത്യത്തിന് അർഹനാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിൽ ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടുമായ തിരുനാമം ഞങ്ങൾ കർത്താവായ യേശു മിശിഹായോടും പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലെന്ന പോലെ ഈ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പൂഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബകുല സുബാൻ ലോൽമീൻ. തലമുറ തലമുറകളായ തലമുറയും ചെയ്യുന്നു. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാ ദൈവത്തിൻ്റെ കരുണ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ, നിൻ വാതിൽ മുട്ടുന്നു ദാസർനാദം. ആവശ്യത്താൽ യാചിക്കും അടിയാരെ തള്ളിടല്ലേ. അറിവോട് ശിക്ഷിച്ചടിയാരെ അരിശം നീക്കി കാക്കണമേ. വാതിൽ തുറന്നീ പ്രാർത്ഥനയിൽ നാദം കേട്ടേ കീഴടണമേ. നിന്നെ വിളിക്കുന്നേ നാഥാ, നിന്നുദവിക്കായി ബലഹീന. നല്ലവനേ, കാരുണ്യത്താൽ നൽകണമേ
പ്രാർത്ഥിക്കണം. പാർക്കുമോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധിതരും രോഗികളും അനാഥരും ദരിദ്രനും പീഡിതരും പലതര പ്രയാസങ്ങളിൽ വലയുന്നവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേകാൽ ഈ ദിവസങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിന്നെ മഹത്വപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപ അവർക്ക് ധാരാളമായി നൽകണമേ. കർത്താവേ, വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിഭാവനത കാത്തു സൂക്ഷിക്കുവാനും അവരുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുവാനും നിന്റെ കൃപ അവർക്ക് നൽകണമേ. അവരോടൊപ്പം കുടുംബാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആത്മശരീര മനസ്സുകളുടെ സ്വസ്ഥതയും ആരോഗ്യവും അമ്മമാർക്കും ഗർഭസ്ഥ ശിശുക്കൾക്കും നൽകുവാനും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. പറക്കുമോർ പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ കർത്തൃപ്രാർത്ഥന നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വേഷം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, ദുഷ്ടനിൽ നിന്നും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല സുബാനുലോൽമീൻ. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കർണിയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെ സ്വർഗീയമായ വലത്തെ ആവശ്യപ്പിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുലസ്ബാൻലോൽമീൻ. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും വന്ദിക്കപ്പെട്ടതും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ ത്രിത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും നാം സൂക്ഷിക്കണം. വിശുദ്ധിയുള്ളവർക്കും
ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂപമായവല്ലാത്ത പരിശുദ്ധനുമില്ല. ആമേൻ. പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. തന്റെ മനോഗുണത്താൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ അമൂല്യമായ കൃഷ്ണാനുഭവങ്ങൾ മൂലം അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗ്ഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നിവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടും. മുറിയോറായി മേലൈനുവാദായി. എന്നാൽ സ്തുതിയൊടു രാജമകൾ ഹാലേലൂയ യൗഹാലേലൂയ. നിൻവലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ യൗഹാലേലൂയ. നിൻ ജനമോർക്കാൻ കപിതൃഗ്രഹവും ബാരയ്ക്കുമോ. ബോലബറോവൽ റൂഹോ കാദീശോ. മെനമൂലം വാദാമുല്ലമൂലം വൽ നീനാമീൻ. വാചനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിലലിവാർത്തൻ പക്കലപേക്ഷയാണ് കേണം. സൗമൻ കാലോസ് കുറിയിലായിസോ. മറിയാമിൻ സ്മരണം വരദായകമാക പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാർക്കുമോ. സ്തുതിദാതനും സുതനും പവനറൂഹായ്ക്കും ദൈവപ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം മുറിയോറായി മേലൈനുവാദായി. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാർദ്രത തോന്നിടാൻ ഏകാത്മജനോട് പന പോലെ തളിർത്തിടുമേ. ഹല്ലേലൂയ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ. വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും പാലിക്കുമോ. ബോലബറോവൽ റൂഹോ കാദീശോ. മെനമൂലം വാദാമുല്ലമൂലം വൽ നീനാമീൻ. ഒരുപോലിങ്ങും മാർത്തോമാശ്ലീഹ. മേലും നീനോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥനമേ ഓർമ്മയെ ബഹുമാ
Marcuriakos Mortoyulite പതിവഴിനിൻ കൂട്ടത്തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുമേ. ആളുകളെ മൂസേ പോൽത്ര നിന്നെ വഴിച്ചൊരുതാതെന്നും മാർക്കുറിയാക്കോസ് മോർത്തയൂലിതി നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനോ സ്തോത്രം. നിന്നെ ചൂടിടുന്ന റൂഹാമധ്യേ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാഹിമിലൈനുവാദാമേ. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കത്താവോടായി അടികളെയും തൻ കോപത്തിൻ മടികളെയും മായ്ച്ചിടാൻ. നമ്മുടെ കഴിഞ്ഞ വർഷം കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാവ പൗലോസ് തിരിയൻ ബാവയുടെ ഓർമ്മ, ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി, and also the memory of NP Elias Corpiscop. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയോ ഹാലേ ലോയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നിവത്തെയും ഞാൻ ഉപദേശിച്ചിടുമീ സാക്ഷിയെയും പാറയ്ക്കുമോ. മെന്നവോലം മാതാമുലോലം വൽമീനാമി. ശുചിയോട് ശുദ്ധ്യാപസ്കുദിശാ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂക്കുജ്ഞാനദ്വാരങ്ങൾ വാനവരൊക്കെ വസിക്കേണം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ബാറയ്ക്കുമോർ മൺമേരായ ആചാര്യന്മാരെ തനിക്ക് തിരഞ്ഞെടുക്കുകയും ദിവ്യാധികാരത്താൽ അവരെ അലങ്കരിക്കുകയും ആവശ്യക്കാർക്ക് തൻ്റെ സമ്പത്തിനെ വിഭജിച്ചു കൊടുക്കുവാനായി തൻ്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അവരെ നിയോഗിക്കുകയും ചെയ്തവനായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസരുടെ ഓർമ്മയെ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബക്കുലഹുന്യവുമോ സ്വതഹായ ബാറയ്ക്കുമോർ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ
താൽക്കാലിക ആയുസ്സിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ആചാര്യന്മാരുടെയും പ്രത്യേകാൽ ഇപ്പോൾ ഞങ്ങൾ സ്മരിക്കുന്ന പരിശുദ്ധ പിതാവിൻ്റെയും ദാസിൻ്റെയും ഓർമ്മയെ കഴിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രതിപകരം ചെയ്യുവാനായി നീ വരുമ്പോൾ വെടിപ്പോടെ നിനക്ക് ആചാര്യവേല ചെയ്തിട്ടുള്ള നിന്റെ സ്ത്രീകന്മാരുടെയും അറിയിപ്പുകാരുടെയും കൂട്ടങ്ങളിൽ ഭാഗ്യമുള്ള പ്രതിഫലം നീ അവർക്ക് നൽകണമേ. അവർ ശുശ്രൂഷിച്ചിട്ടുള്ള നിന്റെ വിശുദ്ധ കുദാശകളുടെ കൃപ നിമിത്തം പാതാളത്തിലെ അതിവേദനകളിൽ നിന്ന് അവരെ സ്വതന്ത്രരാക്കണമേ. കുദാശകൾ മൂലം അവരിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ആത്മീയ നൽവരങ്ങളിലും ദൈവിക ധ്യാനത്തിലും ഇമ്പപ്പെടുവാൻ അവരെ യോഗ്യരാക്കി തീർക്കണമേ. അവർ ദീർഘദർശിമാരോടുകൂടി ആനന്ദിക്കുകയും സ്ലീഹന്മാരോടുകൂടി സ്തുതിക്കുകയും പുണ്യമുള്ള പട്ടക്കാരോടുകൂടി നിന്നെ വാഴ്ത്തുകയും സ്തുതിച്ചുവാക്കപ്പെട്ട ശുശ്രൂഷക്കാരോടുകൂടി ഇടപെടാതെ സ്തുതികൾ സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ സ്തോത്രത്തിൻ്റെ പ്രധാനാചാര്യനായ യേശുമിശിഹ സ്വർഗീയാദിജാതന്മാരുടെ സഭയിൽ പ്രകാശത്തിൻ്റെ മക്കളോടുകൂടെ അവർ നിന്റെ മുമ്പാകെ കാണപ്പെടുമാറാകണമേ. അവരോടുകൂടെ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനിടയാകണമേ. ഓശോ വബുകോലസുമാൻ ലവൽമീൻ ബാറക്കുമോർ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. നിർമ്മലമദ്ബഹായിൽ കാർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോരാം വൈദികരെ പിഞ്ചെല്ലുവാൻ നീറേന്മാർ ദേവഗാരെ ബാറക്കുമോ. സുബഹോല ബോല ബറോ വൽ റൂഹോ ഖാദീശോ ദേവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാനാളിൽ ഓർത്തുമുഖപ്രഭയെ കേണമേ. മുറിയോരായി മേലൈനുവാനാളെ ആചാര്യേശ മഷിഹാകൂന ശകളർപ്പിച്ചോ ആചാര്യന്മാർക്കേകുക പുണ്യം നാദസ്തോത്രം. ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. Respected Achan, dear brothers and sisters in Christ Jesus. St. Matthew's Gospel, chapter 12, verses 30 to 37, was the gospel portion that we heard read today. Jesus teaches, or Jesus is rebuking the people who were opposing him. In very strong language, he tells them that they are blaspheming and that they are not following the ways of God. But then in it, he says about them that their ways, that the people who are opposed to Jesus, he's telling them, he says in verse 33, either make the tree good and its fruit good, or make the tree bad and its fruit bad. For the tree is known by its fruit. And then he says similarly, using another image. So the first image was of the good tree versus the bad tree. And then he says, verse 35 of St. Matthew's Gospel, chapter 12, the good man brings out of his good treasure what is good,
and the evil man brings out of his evil treasure what is evil. So then here Jesus is giving us two images that teach us some important principles of the Christian life. First is the good tree that bears the good fruit versus the bad tree that bears the bad fruit, in comparison to the good treasure that brings out from it the good fruit, the good out of the good treasure, and from the evil treasure, the evil. So what is Jesus trying to say here? What Jesus is teaching his people and the people who are opposing him, that we have a choice to determine the quality of our lives, that we have the right and the ability to determine the type of works that we do. The good of our life is within our control. Surely we need God's grace, but that isn't opposed to the freedom that we have in our life. So Jesus compares a good person to a good tree that produces good fruit. When Jesus says, make the tree good, he's teaching us that we have the choice to determine the quality of our life. Origen of Alexandria says that Jesus gives this example, quote, in order to show that a bad tree or a good tree is not so by birth, but by coming to be that way. Let's see what that means. It's not by nature. It's not that some person is bad or good by nature, but by becoming, by growing up to be that way. The same meaning is intended when Jesus refers to the good treasure. According to St. Cyril of Alexandria, he says, quote, when he says treasure, Christ refers to the multitude of motives that lie in the soul. It is not by nature that people are good or bad, but by their choice, end quote. So by their choice, St. Cyril and Origen teaches that we have a choice in the way that we live our life and the good that comes out of our life. And we are taught here that we need to become fruit-bearing Christians. നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികളാകണമെന്നുള്ള ഒരു പഠിപ്പിക്കലാണ് ഇവിടെ ലഭിക്കുന്നത്. ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികൾ. Let us become fruit-bearing Christians in our life. In one of the songs that we just heard sung, in the first words of the Kuklion for the saints, it says, the righteous shall flourish like a palm tree, and they will grow like the cedars of Lebanon, and that they will be planted in the house of the Lord. They will flourish in the courts of the Lord, but they will still bear fruit in old age. Again, this is a biblical, an image that comes from the Holy Scriptures, that when we live a good life, we will produce the good fruit. And so we have to ask ourselves, do we have this good fruit in our life? What is the fruit that we should be producing? Galatians chapter 5, verse 22 teaches us the fruit of the Spirit. Love, joy, peace, patience, and so on, and a list of 9 fruits that we as Christians ought to be producing in our life. Let us ask ourselves, do we have this peace and patience and joy and self-control and gentleness in our life? If not, then how can we produce good fruit? Jesus says that if we need to produce good fruit, that we need to abide in him. In other words, when we think about the image of a fruit, the tree, in order for the tree to be good, it must be connected to good nutrients. It must be connected with its roots deep into the ground for it to be able to grab the nutrients from the earth and to be able to send those nutrients up to the entire tree, and for each part of the tree to be filled with the nutrients that it has just absorbed from the earth. And if any part of it is dead,
if any aspect of that tree has stopped being able to be a channel of the nutrients that come from the ground, then that tree will not produce good fruit. But a vibrant tree, a live tree, is always able to grab from the ground, absorb from the ground nutrients that take it up to God, that bring it towards the tree's presence, and for it to produce the fruit. We must ask ourselves, do we have this connection to Jesus in our lives? Jesus says in St. John chapter 15, verse 16, "You did not choose me, but I chose you and appointed you so that you might go and bear fruit, fruit that will last, and so that whatever you ask in my name, the Father will give you." So Jesus teaches that we need to be connected to Jesus, just like a tree needs to be connected to nutrients and needs its sunlight and it's all of its ingredients for it to produce fruit. So we also must be connected to the Lord. Through that connection, we will receive grace from Him to be able to produce fruit. So here there is no opposition between faith and works, because what Jesus is teaching is, by our faith, we are connected to Jesus, through whom we receive grace, which results in the good fruit, which result in our life. So I also want us to think that we have a responsibility to plant seeds in others that will bear fruit. See, we have a responsibility to be evangelists who spread the good news to others. Where do we do this? We can do this in our homes, with our children. Parents have a responsibility to plant the seeds of the gospel in the hearts of their children, teaching them about Jesus, teaching them to be connected to the Lord, teaching them about the way of the Christian life. And by planting this is also another message that the Bible gives, that the work of spreading the gospel is planting the seeds. St. Paul says numerous times that I planted, but Apollos watered. St. Paul says in Corinthians, "Now may he who supplies seed to the sower and bread for food supply and multiply the seed that you have sown and increase the fruits of your righteousness." So he's talking about the work of the community as planting seeds. Let us think of that way in our role in our lives. There was this famous movie that a few years ago called Inception. The whole point was like to be able to enter into the mind of a person and to be able to plant an idea in that mind. The movie said that once that idea is planted, it can flourish into a whole reality itself. We have the same task, the potential, when we become evangelists. സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെ പറ്റിയുള്ള പഠിപ്പിക്കൽ, മാതാപിതാക്കളും അപ്പച്ചനമ്മച്ചിമാരുമൊക്കെ യേശുവിനെ പറ്റി, ദൈവത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുമ്പോൾ, പരിശുദ്ധന്മാരെ പറ്റിയുള്ള പഠിപ്പിക്കുമ്പോൾ, ഈ സുവിശേഷത്തിൻ്റെ നല്ല വിത്ത് അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷിപ്തമാക്കുകയാണ്. അവിടെ ദൈവം അതിന് വളർച്ച കൊടുക്കുവാൻ വേണ്ടി ആകും. നമ്മുടെ ഉത്തരവാദിത്വം പക്ഷേ എന്താണ്? ഇത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ നല്ല ആശയങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. So that when God looks at their life and when the world looks at their life, we can be able to say, by the good treasure, by the good tree, they are producing good fruit. Let us become fruit-bearing Christians in our life. May God bless us all. May God give us the ability to be connected to Him, and so that through that grace we might be fruit-bearing Christians. May God bless us all. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
ശുഭഹോലാപോലെ പ്രോവൽ റൂഹോ കാദീശോ മെനോലം വാദാമനോലം വൽമീനാമി ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേരനിൻ ജീവാസ്വരമതുണർത്തണമേ കബറീനുദ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായിസോ ഏകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ബ്രദരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നെ അവരവരുയരോടെഴുന്നേറ്റു ഉയരേകോ നിൻ യേശുവി ചെയ്തിടുന്നു പാർക്കുമോ പോലെ പ്രോവൽ റൂഹോ കാദീശോ എന്റെ ശരീരം ഭക്ഷിച്ചരക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീടാഞ്ഞു എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റു മരിച്ചതു ഞാൻ എന്നും കാത്താൽ കണ്ണരുളിന്നു മഹത്വം മറിയോരാകെ മേലാധാരേ മതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരം കൈക്കൊണ്ടിടേണം. എൻ്റെ കർത്താവേ അങ്ങേ പശിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ അങ്ങയുടെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും അങ്ങയുടെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അങ്ങയാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്താൻ എന്മേ രക്തങ്ങൾ കൈക്കൊള്ളുന്നോരിൽ വാസം ചെയ്യും ഞാൻ. ഗാത്രം ഭക്ഷണമാം രുതിരം കാസായാം അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. പറയണം. ായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങൾ പുനരുദ്ധാനത്തിന് ഞങ്ങൾ വർഗത്തിൻ്റെ നിത്യമായ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, അദൃശ്യമായ നിന്റെ പരദുർക്കരം നീട്ടി
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ തിരുവൻപാകുള്ള മുഖപ്രസന്നതയ്ക്കുമായി വിലയേറിയ തിരുശരീരവും തിരുരക്തവും അനുഭവിക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹാ ദൈവത്തിൻ്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിക്കുകയും സംബന്ധിപ്പാനിരിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. മാറിക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവുമാകുന്ന തീക്കട്ട രണ്ട് ലോകങ്ങളിലും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനുമായിട്ട് സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറിയേലായിസോൻ. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു. അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു. പുത്രരഹസ്യങ്ങളവോ വിണ്ണവരീടയിൽ ഏശായ താൻ കണ്ടിവ നമ്മോട് സാക്ഷിക്കുന്നു. ക്രൂബേന്മാരുടെ തേരതുപോലെ സ്ഥിരമീമാത്മനാ സ്വർഗത്തിൽ സേനകളുണ്ടതിനെ ചുറ്റിക്കൊണ്ട്. തിരുമേനിയല്ലോ
ആ മനുജൻ താൻ ഉയരം തന്നിൽ കർത്താവാലും അഴിക്കപ്പെട്ടവനാമൻ നല്ലൊരു പട്ടക്കാരാ വന്നിടുക സമാധാനത്താലെ കുറിയേലായിസോൻ. ഉണ്ടാകട്ടെ സ്തുതി കർത്താവിന് നിങ്ങളുടെ മേൽ. ഉണ്ടാകട്ടെ തൻ കൃപയെന്നും പുണ്യമെനിക്കും. ഉണ്ടാകട്ടെ മാര്യാകോബ മൽപാദന്റെ ഓർമ്മയതും നന്നായുണ്ടാകട്ടെ എല്ലായ്പ്പോഴും. തൻ ബലിയാൽ പാപികളെ രക്ഷിച്ചൊരു ദൈവസുതാ, നിൻ ബലിയാൽ കഷ്ടത മായ്ച്ചൻ നോവൊഴിക്കേണമേ. ഗോഗോഥായിൽ താൻ മാർവതുരം നോരതാമനെ ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാൽ ചോരയതാലും. പാർക്കുമോർ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായ അരുളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അതെനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരാതെ എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനു മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമേൻ. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിലപ്പം വീഞ്ഞായി നീ കാണുന്നു. ആരെ മിന്നലോടത്തവർ നോക്കുകയും എരിയും നാടനെ അവനെ മന്മയർക്കായി
ബാറിക്കുമോ കർത്താവേ, നിന്റെ സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് എന്നെ യോഗ്യനാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞാൻ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റൂഹായോട് സംബന്ധപ്പെടുവാൻ ഞാൻ യോഗ്യനായി തീർന്നുകൊണ്ട് ആദ്യമുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്ന പാപവികാരപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുതേ. എങ്കിലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സ്തോത്രം ചെയ്ത് വന്ദിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കുന്നുണ്ട് ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം
വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലക്കുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇതിനു മുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപ്പമായ മിശിഹാതമ്പുരാനെ, കെടാത്ത അഗ്നിനരകത്തിൽ നിന്നും ചാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കുന്നതിന് പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല സുബാൻ ലവൽമീൻ. ആമേൻ. നിർധനയാമ വിധവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിൻ തിരുസഭയുടെ സുതരിൽ നിത്തിരുബലിയെ കൈക്കൊള്ളുക. തൽക്കാഴ്ചകളിൽ പ്രീതിയോടെ മോചിക്കുക കടഭാരങ്ങൾ, വേദനയാറ്റി സുഖമേറ്റി കറകളെയെല്ലാം മായിക്കാം. കാഴ്ചയിൽ കർത്താവേ നിൻ തിരുമുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരിച്ചോർ പുണ്യപേ ഞങ്ങളുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള വഴിയാഹാരങ്ങളോടും വാഴുകളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ തിരുത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടുകൂടെ പോകുവിൻ. ദൂരസ്ഥന്മാരും സമീപസ്ഥരും മരിച്ചുപോയവരും ജീവനോടിരിക്കുന്നവരും നമ്മുടെ കർത്താവിൻ്റെ വിജയശ്രീവായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദിസായാൽ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും, നിങ്ങളെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയിട്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്തോടെ പോകുവാൻ ഇന്നേക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Those who have celebrated their birthdays this past week: Leah Mariam Thomas, Noel Matthew Alexander, Felix Rani, Reggie Joshua Verghese, Thomas Koshi, Messina Ann Abraham, Reggie Matai, Jacob George, Prasad George, Reverend Father M.K. Kuriakos, Jeremiah Goldie Matthew, Marin Abraham, and Emil John Sam. Those who have celebrated their wedding anniversary, we wish you all a very happy birthday. Those who celebrated their wedding anniversaries: Mr. and Mrs. Philip K. Thomas, Mr. and Mrs. John P. Mathai, Mr. and Mrs. Reynold Idikula, Mr. and Mrs. Sadish Isho, Mr. and Mrs. Alex Pothen, Mr. and Mrs. Binu K. Matthew. A happy wedding anniversary to all of you. Those who are in the family ways: Shinu Marshall, G.C. Panikar, Anu Pulikal, and Angela Abraham Matthew. We also are happy to announce that Vincent and Deepa were blessed with a baby boy, Shane, this past week. We congratulate the parents
as well as the grandparents. Memorial prayer. Mr. P.V. Virgis, father of Mr. George Virgis, N.V. Chaco, uncle of Roy P. Chaco, Mariama Ummen, mother of Ummen Matai, Thomas Ummen and Kuchugoshi Ummen, Raju Thomas Jacob and Reggie Jose Jacob, brothers of Mariama Raju, Elsama Matthew, mother of Suvarna Matthew, C.P. Yohanan, brother of the wife of George T. Nainan, Chinnamma Kurian, Ulahannan Kurian, son of Jacob. Chinnamma Kurian, Ulahannan Kurian, son of Jacob Kurian. We will have the special prayer of incense for them after the announcements. But we also especially take this opportunity to wish a very happy birthday to our dear Kuriakos Sachin. God has blessed him with one more year. We thank God and we pray for Kuriakos Sachin for continued health and for Kochama also. And today, the Achin's daughters are here. Anu and Maria are here, and we welcome you also to your home. Thank you. Glory to God. Good morning, everyone. I have a few announcements for you. All new graduates to assemble in the hallway. We will start the function after announcement. General body meeting. Half-yearly general body meeting will be held on July 24th after Holy Qurbana. All eligible members are requested to participate. Agenda, half-yearly account review, budget revision, and any other matter allowed by the chair. Jobin Reggie, son of Mr. and Mrs. Reggie Matai, got married to Melissa, daughter of Mr. and Mrs. Thomas George, yesterday. They are here. Please stand up. We congratulate this couple and let's keep the bride and groom in our prayers. Achin will give them a Bible as our church gift. Entry, Aston James, son of Jimmy James and Susmita Thomas. Congratulations to parents and grandparents, Thomas P. Ummen and Suja Thomas. OCYM, Men's Forum, and MMES meetings are scheduled for after Holy Qurbana. Sunday School, OVBS 2022 will be held virtually from July 29th and 31st. All the children who have registered will need to pick up their OVBS kits from our Sunday School office today after Holy Qurbana. The Sunday School trip to St. Eakins and HTRC planned for next Saturday has been cancelled. Please collect your checks from Sunday School office. College Students Meeting. College Student Meeting is scheduled for today inside our Sunday School hall after Holy Qurbana. MGSism Hadalto is scheduled for July 23rd. Please see MGSism reps for registration details. Evening prayer Qurbana undarikkunnaanu. Adutha Saturday evening prayer undarikkunnaanu. Adutha Sunday morning prayer Holy Qurbana undarikkunnaanu. We have a few guests today. As Chechi, Nisha Chechi, Abel, Joel are here. Please stand. They are sisters of Risha Binu and nieces of Thomas George. I welcome each one of them to our church. And Kuriakosatinte birthday ayirunnu. Happy birthday Achan. Achante daughters family ellam vannitunde. I welcome everyone to our midst. Can you stand? And they can see once in a while you come. Shaji Phillip, Maria, would you take the mask for 1 minute?
നമുക്ക് ഒന്ന് കണ്ടോട്ടെ. Sophia, let them see their face. Okay, they won't forget now. Thank you for coming, taking your time. We appreciate it. Our church picnic is scheduled for August 20th, Saturday at Wilson's Park, 500 Lee Road, Wayne, PA. We will start selling the tickets for the picnic today onwards in our church hall. For family, that is $40, and individual tickets are for $10. I welcome Mr. Steve Kurian to sell first ticket to Kuriakosachin. Good morning. I don't want to take too much time. This year I'm the picnic coordinator. So this is the first year we're returning back to doing the church picnic in 3 years. Our last picnic was 2019. So this year, once again, Wilson Farm Park, August 20th. Binu already gave the details for tickets. So I'll be selling tickets in front of the stage. I'm looking forward to all of our enthusiasm now that this is coming back. We're planning for grilling, games, all the same fellowship we normally do, but with more enthusiasm this year because now we're back to doing this again. We're returning back to normalcy, as they say. So I appreciate you all participating in that. I also have another announcement as sports and picnic coordinator. We are planning, Joel Manoj and Josh Jos are putting together a basketball team for the ecumenical tournament, August 6th. Please see them or myself if you are interested in participating. Practices will be starting today. And without further ado, I will present the first ticket. I have two, so one for each Achin. I will present them with the ticket now. Congratulations. Thank you for the ticket. Okay, our next program is graduation felicitation. I request if any of the graduates are inside the church, please go to the church hall next to the library. I invite Dr. Cicely Cherian to the stage and lead our graduate felicitation program. Thank you. Have a blessed week. Good morning, respected Achins and beloved church family. It is a pleasure to be here today as we acknowledge and facilitate the graduates for the year 2022. It has been a tradition for us to recognize the graduates of 8th grade, high school, college, postgraduate, and any other notable accomplishments. Before announcing this year's graduates, I would like to introduce our guest speaker, Yasmin George. Yasmin has 20 years of experience running marketing departments for Fortune 500 and mid-sized companies, as well as cutting-edge startups. As marketing business consultant, Yasmin creates marketing engines for businesses to grow and scale. Yasmin earned both her bachelor's in business administration and an executive MBA from Drexel University. She has volunteered with the American Red Cross Disaster Relief Team in Philadelphia for over 10 years and the United States military-based nonprofits, Bunker Labs and Act Now Education. She has traveled to 27 countries and 6 continents, backpacked across the world solo, and loves being a super connector. Yasmin and her husband Vince live in Philadelphia and often try to steal their dog Coco as their own. Please welcome Yasmin George to give us a message today. Good morning, everyone. Good morning, respected Achins, fellow parishioners, and the graduating class of 2022. It's quite exciting for you to complete one phase of your life
and to look forward to the next phase of your life. And when I look back to my life of what I've accomplished and what I've gone through, it reminds me of something a concept in marketing that we work with. So marketing has a lot to do with storytelling. And there's a concept called the hero's to journey. So a lot of authors, screenwriters in Hollywood, they use this framework called the hero's to journey. So there's a hero, and he's setting out to accomplish something. He's trying to achieve something, he or she. And as he goes through their journey, they're going to have a lot of conflict. But what they find at the end of the journey, they either achieve or they don't. But there's a second journey that happens in their life, and that's a transformation, a fulfillment that they realize. And when we think about our lives, when I think about my life and things that I've accomplished, I also think about what my purpose is. And there's achievement and fulfillment in all of our lives. We're the heroes of our own journeys. And there's a passage in the Bible, the parable, which my husband actually taught me about, which I love. It's one of my favorites now. It's the parable of the talents. It's in Matthew 25, verse 14 to 30. And the parable of talents, I'm going to summarize it. There's 3 men who were given talents. One had 5, one had 2, and the other one had 1. The 2 that had the 5 and the 2 talents, they went out and they had shared their talents with others, and they multiplied it. But the one with the 1 had 1 talent, and he buried it and he kept it for himself. And when he had to answer to the Lord for it, the 2 that had multiplied their talents, the Lord had said to them, "You are blessed, you will have joy in the kingdom." But the one that had the 1, he said, "I buried it because I wanted to keep it for myself." And the Lord said, "I'm going to take your talent from you and give it to the others so they can go and share it and multiply it." And that reminds me, as we go into our journeys and we're given these talents, we need to think about what is our purpose, what is God's purpose and will for us as he gives us these talents. We are all uniquely and beautifully talented, and he's given us these talents to do something with it. And this goes along with what Sujatachan was speaking about, the fruits that he has given us. What are we doing with it? And so as you go on your journey into your achievements, think about what God's purpose is for you. And be sure that when you go after God's will and his purpose, you're going to hit challenges in your world. And so I'm going to share 3 principles that has helped me, a lot I learned from my father as I went through my journeys in life. And the first is, have roots and wings. Dream big, go after all the opportunities you can because they're abundant, especially in this day and age. Use your resources, use your values, your commitment, your hard work to go after these things, to go multiply your talents. But it's important to always have your roots, your values, the ones that you grew up with, your church values, your spiritual values, your family values, your cultural values. That's going to keep you rooted in who you are, your identity. And without that, it's going to be really hard to know who you are and what you're meant to do. You can fly far away, but if you get lost, you're gonna struggle. And so when you're in those moments of challenges, lean into your values, seek out help. Seek out help from Achins. I have reached out to Kuriakos Achin and Sujit Achin many times when I was going through challenges. My parents was my best friend. Don't write off your parents. Just because they're older, they're from another country, they might not understand you. They have what transcends everything, which is wisdom. Try being an immigrant. It is one of the most challenging things that a human can face. So reach out to your parents, reach out to schools, counselors, things that are available to you. The second is service. Give, and give some more. Whether it's tithing, we're called to tithe, to give to those who need. But also, give your time. I know when I started out, right out of college, I wanted to do things, and I didn't have a lot of money, but I had time. And a quick story, it was February 2010. I was feeling really down and low in life, and I came to church. And I remember sitting in the back there, and I was saying to God, I said, God, I want to do something more with my life. I've got my degree, I got a job. What's next? Now, if you asked my parents, they would have said, go get married, right? But for me, I wanted to do something more. I wanted to feel more fulfilled. And so part of me was thinking, well, I would love to go internationally and do some humanitarian work, but that seems kind of far off and kind of scary. What else could I do? And then I started thinking, well, maybe I should do something in my local community. And by the end of that service, I
it feels like God opened up the skies and a light came down and was beaming because there was a woman from the American Red Cross that came here, and our church had donated $25,000 for the Haiti hurricane relief. So the country of Haiti was devastated from a hurricane. And I felt like God was saying, go talk to her afterwards. Afterwards, I went and I spoke to her. She gave me her email address, and she said, join the Red Cross. And for 10 plus years, I was part of the disaster relief team here in Philadelphia. And it changed my life, because not only was I serving my community, I felt like I was using my talents to serve God. I met some of the most incredible human beings you'll ever meet, other volunteers, and then I've gained leadership skills, and I've gotten awards, and these are things that help me in my life and in my career. And so whatever it is that you can do, whether it's in your church, in your school, in your home, or in your community, give your time. If you are stuck in life, serving will help get you out of it, I promise. If you can donate money, do that. If you can donate time, do that. If you can do both, do that. But the key is do it consistently. The third thing that I learned from my dad, especially, is attitude. Your attitude is everything. No matter what you do in life, have a positive attitude, be grateful, and have faith in God. I've seen many people, including my family, go through ups and downs, but the attitude is the only thing that's going to help you get through it. And when you rise above, you'll see God's presence in you as you've gone through, and other people will see that too. And so we are meant to think negatively. That's kind of how our brains are wired, to keep us safe and to protect us. And we'll almost always fail when we go seek out the will of God and what we're trying to do in His purpose. But we have to always get up. We always have to have a positive attitude so we can do what we're meant to do. And many doors will open, and if doors are closed, that means God's trying to teach you a lesson. The fourth thing and the last thing is your environment. Your environment will shape who you become and your outlook on things, so be very protective of it. I remember when I was doing my master's, I had an executive coach, and he said to me, Yasmin, if you want to be in a different place 5 years from now than you are today, then you need to read and be around different people, but the right people. And it's true, I've used that for my life and in my journey, and it's helped me tremendously. My outlook has opened up, but I always remembered the people that I needed to keep close with me, especially in my values. And you are the sum of the 5 people you spend the most amount of time with. So if you are trying to level up in your life, your skills, use your talents, be around people that's going to help you get there, whether it's in writing, reading, in your career, whatever it is. Be around people that are ahead of you, get mentors and coaches. It will help move you forward in life and to fulfill God's promise that you need to have in your life. So with that, just know that we all have plans for our life. It is beautiful to dream and to plan, but if you are seeking out God's will for you, I can almost guarantee a lot of those plans won't come to fruition. He's got something better in store for you. And if I think of anything that I've done in my life, none of that was in my plan, but it was a lot better than I ever thought it could be. And that's because I put my faith and trust in God, and I made sure that what I do, I try my best to live out God's plan for me using the talents He gave me so I can share it and multiply it. So with that, I'll leave you with one final verse in the Bible that I really love, and that's, many are called, but few are chosen. You have to decide if you're going to answer the call, God's will and call for you. So with that, congratulations, and God bless. Thank you. Thank you, Sister. Thank you, Yasmin, for that very inspirational message, not only to help our graduates grow academically, but also personally to be better human beings. So thank you very much. Next, I'd like to call upon Angelina Matthew and Rachel Melleve, who will be announcing the graduates. Since there's a long list of graduates, and in order to save time, we ask that you hold your applause until all the graduates in a particular category have been announced. Also, the graduates, once you come up and after your category is done, we'll take a group picture, but then come back and sit in the front rows, and then we'll take a final group picture with everyone in the end. And also, there's lunch with Achin after the program is done, after church is done, for all the graduates. So enjoy that also.
Hello, everyone. Angelina and I will be announcing the names of our 8th grade graduates. Please hold your applause until all the names have been read. Our first graduate is Angelina Zachariah. She's the daughter of Joe Zachariah and Susan Joe. She has graduated from Penfield Middle School, and in the fall, she will be attending North Penn High School. Our next graduate is Benjamin Sam. He's the son of Jacob and Bina Sam. He has graduated from Joseph J. Greenberg Elementary School. In the fall, he'll be attending George Washington High School in the IB program. Next up is Christia Shibu. She's the daughter of Shibu Baby and Manju Shibu. She's graduated from Joseph J. Greenberg Elementary School with the following awards and recognitions: valedictorian of her class and best outgoing student. In the fall, she will be attending Northeast High School in the Magnet program. Now we have Gabriella Cherian. She's the daughter of Matthew and Cicely Cherian. She has graduated from St. Catherine Drexel Catholic School with the following awards and recognitions: Early Acceptance Scholarship for next 4 years, Principal's Award, General Excellence Award, Spanish Award, American Legion Award for Excellence, Academic Excellence, President's Award for Academic Excellence, and Shamus Digna Award for Sportsmanship and Soccer. In the fall, she'll be attending Villa Joseph Marie High School. Our next graduate is Grace Suja John. She's the daughter of John Abraham and Suja Matthew. She has graduated from Julia Reynolds Masterman with the following awards and recognitions: Class President, member of NJHS, and the Excellence in Education Award. In the fall, she will be attending Central High School. Next up is Hannah Matthew. She's the daughter of Matthew Virgis and Bina Matthew. She's graduated from Souderton Charter School. In the fall, she'll be attending Souderton Area High School. Now we have Isabelle Matthew. She's the daughter of Juju and Smitha Matthew. She has graduated from Mass Charter, and in the fall, she will be attending Mass Charter. Our next graduate is Noel Cherian. He's the son of Binny and Mercy Cherian. He has graduated from Penfield Middle School with the following awards and recognitions: Distinguished Honor Roll, plays cello in the orchestra and does hurdles and the 4x100 on the track team. In the fall, he'll be attending North Penn High School. Next up is Noel Matthew. He is the son of Matthew Jacob and Sophie Matthew. He has graduated from CCA Baldy Middle School with the following awards and recognitions: First place gold medal winner in the George Washington Carver Science Fair for Physical Science, President's Education Award for Outstanding Academic Achievement, Good Citizen Award, and Spirit of Anne Frank Award. In the fall, he will be attending Central High School. Now we have Rachel Ann Virgis. She's the daughter of Dr. Shaju Virgis and Linda Virgis. She has graduated from Arcola Intermediate School with the following awards and recognitions: Medacton Award for Academic Excellence and President's Award. In the fall, she'll be attending Lansdale Catholic High School. Last but not least is Sean Phillip. He is the son of Philip Verghese and Saji Phillip. He has graduated from New Foundations Charter School with the Principal's Award for Academic Excellence. In the fall, he will be attending George Washington High School. Please join me in congratulating our 8th grade graduates. Congratulations, 8th graders. Please take a seat. Now we'll be announcing the names of our 12th grade graduates. Please hold your applause until all names of this class have been read. Our first graduate is Abby Alexander. She's the daughter of Paul John and Shaji Abraham. She has graduated from Cherry Hill High School East with the following awards and recognitions: DECA Awards and Scholarship, and she chaired Blood Donation Drive for Red Cross. In the fall, she'll be attending Rutgers University to study business. Next up is Alvin Jones. He is the son of Jose V. Abraham and Anila Jones.
He has graduated from Northeast High School in the IB program with the following awards and recognitions. Recipient of the Charles and Ellen Reinhardt Memorial Award, recipient of the International Baccalaureate Diploma. He was member of Indo-Pac and participated in the annual multicultural show and Tal Se Tal, where he performed in multiple dance groups. He also took part in their sports and was the quarterback in their huge win for football. He was also a member of In Good Standing in National Honor Society, where he served for over 26 hours of service by tutoring children that needed help. In the fall, he will be attending Drexel University to study mechanical engineering. Now we have Alvin Matthew. He is the son of Shibu and Jesse Matthew. He has graduated from Central High School. In the fall, he will be attending Penn State Abington to study computer science. The next graduate is Donna Job. She is the daughter of Job John and Bindu Job. She has graduated from Philadelphia Academy Charter High School. In the fall, she will be attending St. Joseph's University to study pharmacy. Now we have Dia Daji. She is the daughter of Daji Matthew and Shiji Daji. She has graduated from Central High School. In the fall, she will be attending Temple University to study accounting. She's not here today. Next up is Jeremy Mokadel. He's the son of Santosh and Bishal Baby. He has graduated from Central High School with the AP Capstone Certificate. In the fall, he will be attending Thomas Jefferson University to receive his Health Sciences Bachelor's and Master's in Medical Laboratory Science and Biotechnology. He is not here today. The next graduate is Joshua M. George. He is the son of George and Lenny Mambale. He has graduated from Collegium Charter School in Exton with the following awards and recognitions: member of National Guard of Pennsylvania and a member of Spanish National Honor Society. In the fall, he will be attending Westchester University to study pharmacy. He's not here today. Next up is Lince John. He is the son of John Thomas and Linu John. He has graduated from George Washington High School and Community College of Philadelphia with the following awards and recognitions: Honor Roll, National Honor Society, and dual enrollment at Community College of Philadelphia. In the fall, he will be attending Community College of Philadelphia to study cybersecurity. The last graduate in this group is Phillip Melleve. He is the son of David Phillip and Susan John Virgis. He has graduated from Great Valley High School with the following awards and recognitions: first chair viola player in orchestra and 3 years of track. In the fall, he will be attending Drexel University to study computer science. Please join me in congratulating our 12th grade graduates. Congratulations, 12th grade graduates. Please take a seat. Now I will be announcing the names of our college and post-grad graduates. Once again, please hold your applause until the end of the announcements for this group. Our first graduate is Ashish Abraham. He is the son of Abraham K. Virgis and Suja Abraham. He has graduated from Temple University with a Bachelor's of Science in Biology. Our next graduate is Christina Elizabeth George. She is the daughter of Matthew and Suja George. She has graduated from Drexel University with a Bachelor of Science in Nursing and a minor in Health Service Administration. She graduated with the following awards and recognitions: was recognized on the Dean's List, received the Foundations of Relationship-Based Care Award, and is the Public Relations Representative of the Drexel University Nursing Association. Next up is Leona Thomas. She is the daughter of Thomas Koshi and Joji Thomas. She has graduated from Monmouth University with a Bachelor's of Science in Biology and a concentration in Molecular Cell Physiology, minor in Chemistry and Health Sciences. Leona graduated with an Outstanding Student Award for the class of 2022. In the fall, she will be attending Finchburg State University, studying her MBA in Healthcare Management. She is not here today. Now we have Shania Alex. She is the daughter of Alex B. Simon and Jessley Alex. She has graduated from Temple University with a Bachelor of Science in Health Professions and Psychology with the following awards and recognitions: Dean's List all 4 years, and in the National Honor Society.
In the fall, she'll be attending Gwynedd Mercy University studying Accelerated Bachelor of Nursing. The next graduate is Sheen Thomas. She is the daughter of Thomas Virgis and late Shilji Thomas. She has graduated from Temple University with a Bachelor of Arts in Criminal Justice. In the fall, she'll be attending Delaware Valley University studying Criminal Justice. The next graduate is Shishira Phillip. She is the daughter of Phillip John and Millie Phillip. She has graduated from St. Joseph's University with a Bachelor of Science in Biology with a minor in Psychology. In the fall, she will be attending Philadelphia College of Osteopathic Medicine studying Applied Behavioral Analysis. Our last graduate is Kriba Virgis. She is the daughter of Daniel Virgis Wilson and Eliama Virgis Lilly. She has graduated from Widener University with a Master of Social Work and received the following awards and recognitions. She served as the secretary of the MSW Student Organization, was chosen to give the graduation speech, and was inducted as a member of the Phi Alpha Nu, the National Honor Society for Social Workers. And she passed the state boards and is now a licensed social worker. She is now working as an outpatient therapist at Pendel Mental Health Center. Please join me in congratulating our graduates from this group. Congratulations, graduates. Now will please all the graduates meet up Achin on stage, please. Now I call on Achin to offer his words of wisdom to the graduates recognized today. Everybody is very happy. Congratulations on your success. You made it. It is really hard work. It is not easily won. There is a lot of hard work gone behind it. And you haven't stopped there. You are going to continue to learn and learn, study and study more and more until it comes to a stage where you think you learned everything. You know when. That time will never come for a really learning human being. Life itself is a whole big lesson. We try to learn from A to Z. And we, as a community, want to appreciate what you have done. And we wish you all the best in your future career, whatever you are going to choose. Always remember one thing.
that when you do your best, God will do His best for you. You can fail God by not doing your best. God feels sorry about that because He has given you the power, the talents, the atmosphere, the right kind of parents, everything. If you haven't done the best that you need to do, God weeps over that. Today, God is delighted, happy to see that you have done your best. As you go forward, remember, God will always be with you. Keep your promise with God that you will do your best that you can within the given capacity. Having born as a farmer's son, I never thought I would see the gate of a college. You know what this means? We'll never go to college at all. But when time came, I did my part, and God gave me things which I never ever imagined. When I heard people have a BA degree, MA degree, I always marveled at them. Wow. And then I went to UTC, United Theological College, Bangalore. I saw somebody, student came with a double MA. Wow. I thought, wow, 2 MA. Wow, that is something really great. And that was where it was. As I went on and on, I did, whenever the opportunity came to me for study, I never lost it. When I stand before you with 4 master's degrees, just an ordinary farmer's son, can you acquire that? When you do your best, God will open the heavenly granary and the flood will come on you. Blessings like flood will come on you. These people who are witnessing this, they have a very special role. Don't forget them. Those are your parents. But for them, you would not have made as much as you really could. I always recycle the story when my daughter Anu told me that when a boy was crying at the graduation party because he couldn't come for the graduation, police was removing him. He was crying around because he had no parents. He had to work every day in McDonald's with the limited income he has to live. And then he couldn't graduate. So the credit goes to you all. And the support you gave, I can say, all Asian Indian parents, the way you look after your children, the way you aspire for your children, nobody else does in the world. Keep it up. It's all because of you and their hard work. They have come to a successful time. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നന്നായി വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ലവരാക്കി വിടാൻ നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം. Continue your hard work and congratulations once again. God bless you. Yeah, you can. Very quickly, 1 or 2 more things. I want to thank you all for greeting me on my birthday.
Officially, I'm 75 years old. 3/4 of a century I completed. I want to thank you for a lot of people send me cards. Some people send me money for my charity. And some people called me. Some people send me WhatsApp messages, text messages, and so on and so forth. It's always very much appreciated how much you show the love, and it's all because of your prayer and your love and care. I'm able to survive as a priest in the community and as a human being. And thank you once again. I want special congratulations to Jobin and Melissa Ardegon, as they are our children who got married, and please continue to pray for them as well. ഇപ്പോൾ നമുക്ക് ദുആ പ്രാർത്ഥന. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ബോല ബ്രോവൽ റൂഹോ കാദീശോ മൂലം വാദാമുൽ മൂലം വൽമീനാമീൻ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസനിൻ ജീവസ്വരമുണർത്തണമേ. കബറിനു ധ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായിസോൻ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നെ അവരവരുയരോടെഴുന്നേറ്റ് ഉയരേകുന്നേ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ. എന്നും കർത്താവ് തന്നരുളിന്നു മഹത്വം മുറിയോരാഹേ മേലൈനു ആധാരേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ വൃദ്ധനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച നിന്റെ വരവിനായി നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ അവരെ നീ വസിപ്പിക്കണമേ. മത്സരമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു പറയുമാറാകണമേ. ആമേൻ. ബാറക്കുമോർ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കർത്താവേ നമ്മളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ മേലും ശേഷിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. The presidential lunch for the graduates will be in the school area. എന്നുടയോനേ